പാകിസ്ഥാന് ഇന്ത്യയുടെ അതിമാരക മുന്നറിയിപ്പ്. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് പാകിസ്ഥാൻ സൈന്യത്തിന്, പാകിസ്ഥാൻ ഭരണകൂടത്തിന് അതിശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഓരോ ഇഞ്ച് ഭൂപ്രദേശവും ഇന്ത്യയുടെ ബ്രഹ്മോസിന്റെ പരിധിയിലാണ്. ഇന്ത്യയുടെ ബ്രഹ്മോസിന്റെ കരുത്തൊരിക്കൽ പാകിസ്ഥാൻ അറിഞ്ഞതാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ നടത്തിയ ഒരു ട്രെയിലർ മാത്രമായിരുന്നു. ആ ട്രെയിലർ താങ്ങാൻ പോലുമുള്ള ശേഷി പാകിസ്ഥാൻ എന്ന രാജ്യത്തിനുണ്ടായില്ല. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഏറ്റവും ശക്തമായ മുന്നറിയിപ്പ് പാകിസ്ഥാന്. ഇന്ത്യയുടെ ബ്രഹ്മോസിന് പാകിസ്ഥാന്റെ ഏത് മുക്കിലും മൂലയിലും എത്താനുള്ള ശേഷിയുണ്ട്. ഇന്ത്യയുടെ സൈന്യത്തിന്റെ കുന്തമുനയാണ് ബ്രഹ്മോസ്. പാകിസ്ഥാന്റെ ഓരോ മുക്കും മൂലയും ഓരോ ഇഞ്ചും ഇന്ത്യയുടെ ബ്രഹ്മോസിന്റെ പരിധിക്കുള്ളിലാണ് എന്ന് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നു. എത്ര ശക്തമായ വാക്കുകളാണത്. ലക്നൌവിലെ പുതിയ എയ്റോസ്പേസ് സെന്ററിൽ നിർമ്മിച്ച ബ്രഹ്മോസിന്റെ പുതിയ യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സാന്നിധ്യത്തിലായിരുന്നു പാകിസ്ഥാന് ഇന്ത്യയുടെ മുന്നറിയിപ്പ്. അഫ്ഗാൻ പാകിസ്ഥാൻ സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യയെ വെല്ലുവിളിച്ച് പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷൽ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയുടെ വമ്പൻ മുന്നറിയിപ്പ്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ തൊടുത്തത് 2 or 3 ബ്രഹ്മോസ് മാത്രമായിരുന്നു. ആ ഒരു ബ്രഹ്മോസിന്റെ പവർ, ആ ബ്രഹ്മോസിന്റെ കരുത്ത് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞു. ബ്രഹ്മോസ് പാകിസ്ഥാനിൽ പതിച്ചതിന് പിന്നാലെ പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് മുന്നിൽ കൈകൂപ്പി എങ്ങനെയെങ്കിലും ഈ വെടിനിർത്തൽ സാധ്യമാക്കി തരണം, ഈ യുദ്ധം ഒഴിവാക്കി തരണം, അല്ലെങ്കിൽ ഇനിയും ബ്രഹ്മോസുകൾ ഇന്ത്യ പാകിസ്ഥാനെതിരെ തൊടുക്കും. ആ ബ്രഹ്മോസിന്റെ മാരക ശക്തിയിൽ ഞങ്ങൾ തരിപ്പണമാകും, ഞങ്ങൾ ഭൂമി പിളർന്ന് താഴേക്ക് പോകും. അത്രത്തോളം പവറാണ്, അത്രത്തോളം താക്കത്ത് ആണ് ആ ബ്രഹ്മോസിനെ എന്നായിരുന്നു അന്ന് പാകിസ്ഥാൻ അമേരിക്കയെ അറിയിച്ചത്. ഇപ്പോൾ ഇതാ ആ ബ്രഹ്മോസ് ഇന്ത്യ വീണ്ടും നിർമ്മിക്കുകയാണ്. ഇന്ത്യയുടെ ആവനാഴിയിലെ വജ്രായുധത്തെ ഉരച്ച് മിനുക്കി തേച്ചു മിനുക്കി മൂർച്ച കൂട്ടി ഇന്ത്യ കാത്തു സൂക്ഷിക്കുന്നു, ആവശ്യം വരുമ്പോൾ പ്രയോഗിക്കാൻ വേണ്ടി. ആ ബ്രഹ്മോസിനെ സ്വയം ചോദിച്ചു വാങ്ങരുത് എന്നാണ് ഇന്ന് രാജ്നാഥ് സിംഗ് പാകിസ്ഥാന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഇന്ത്യയുടെ സൈനിക കരുത്തിന്റെ പ്രതീകമാണ് ബ്രഹ്മോസ്. ബ്രഹ്മാണ്ടത്തെ പ്രതിനിധീകരിക്കുന്ന, ബ്രഹ്മാസ്ത്രത്തെ പ്രതിനിധീകരിക്കുന്ന ബ്രഹ്മോസ് എന്ന ആ വജ്രായുധം, അത് ഇന്ത്യയുടെ കരുത്താണ്, ഇന്ത്യൻ സൈന്യത്തിന്റെ വജ്രായുധമാണ്. കഴിഞ്ഞ മണിക്കൂറുകളിലാണ് പാകിസ്ഥാൻ അതിഗുരുതരമായ ആരോപണവുമായി രംഗത്ത് വന്നത്. പാകിസ്ഥാന്റെ ഫീൽഡ് മാസ്റ്റർ മുനീർ, ആ ഫീൽഡ് മാസ്റ്റർ മുനീറാണ് ഇന്ത്യക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്. ആരോപണം മറ്റൊന്നുമായിരുന്നില്ല, പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അഫ്ഗാനിസ്ഥാൻ സൈന്യത്തിന് ആയുധങ്ങൾ നൽകി അഫ്ഗാനിസ്ഥാൻ സൈന്യത്തിന് പിന്നിൽ നിന്ന് പാകിസ്ഥാനിലെ സാധാരണക്കാരെ ആക്രമിക്കുന്നത് ഇന്ത്യൻ സേനയാണ്, ഇന്ത്യൻ മിലിറ്ററിയാണ്. ഇന്ത്യൻ മിലിറ്ററി നേരിട്ടും അല്ലാതെയും അഫ്ഗാൻ സൈന്യത്തെ, താലിബാൻ സൈന്യത്തെ പിന്തുണയ്ക്കുന്നു. താലിബാന്റെ പിന്നിൽ ഇന്ത്യയാണ്. ഇന്ത്യ നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് താലിബാൻ നിരന്തരമായി പാകിസ്ഥാനെ ആക്രമിക്കുന്നത്. ഇതായിരുന്നു ഇദ്ദേഹത്തിന്റെ, ഈ പാകിസ്ഥാൻ ഫീൽഡ് മാർഷലിന്റെ വലിയ ആരോപണം. എന്നാൽ ആ ആരോപണത്തെ ഇന്ത്യ പരമപുച്ഛത്തോടെ തള്ളിക്കളയുകയാണ് ചെയ്തത്. എന്തായാലും അഫ്ഗാനിസ്ഥാന് പിന്നിൽ, താലിബാന് പിന്നിൽ ഇന്ത്യയുടെ ശക്തി ഉണ്ട് എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്, പരസ്യമായ രഹസ്യമാണ്. അത് അമേരിക്കയ്ക്ക് പോലും അറിയാം. കാരണം ഇന്ത്യയുടെ പ്രധാന ശത്രുവായ പാകിസ്ഥാനെ തകർക്കാൻ മറ്റേതൊരു പാകിസ്ഥാന്റെ ശത്രുവുമായും ഇന്ത്യ കൂട്ടുകൂടും. കാരണം ഇന്ത്യയുടെ സ്ട്രാറ്റജി അതാണ്. പാകിസ്ഥാൻ എന്ന രാജ്യത്തെ നേരിട്ട് യുദ്ധം ചെയ്ത് ഇന്ത്യയുടെ മിസൈലുകളോ ഇന്ത്യയുടെ വെടിക്കോപ്പുകളോ ഇന്ത്യയുടെ സൈനികരെയോ നഷ്ടപ്പെടുത്താനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് മറ്റുള്ള പൊതുശത്രുക്കൾ, ശത്രുവിന്റെ ശത്രു മിത്രം, അങ്ങനെ താലിബാനെ ഇന്ത്യ മിത്രമാക്കി, അഫ്ഗാനിസ്ഥാനെ ഇന്ത്യ മിത്രമാക്കി, എന്നിട്ട് അവർക്ക് ആവശ്യമുള്ള വെടിക്കോപ്പുകൾ കൊടുക്കുന്നു. ഇനി അവർ പരസ്പരം വെടിവെച്ചും അടിച്ചുമൊക്കെ തീരട്ടെ എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു തന്ത്രം. ആ തന്ത്രത്തിൽ കൃത്യമായി തന്നെ താലിബാൻ വീണു. താലിബാൻ കാലങ്ങളായി കാത്തിരിക്കുന്നത് പാകിസ്ഥാൻ ഇല്ലായ്മ ചെയ്യാനാണ്. താലിബാൻ വിദേശകാര്യമന്ത്രി തന്നെ ഇന്ത്യയിലേക്ക് എത്തി. റഷ്യ മാത്രമാണ് ലോകത്ത് താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ചതെന്ന് ഓർക്കണം. എന്നിട്ടും ഇന്ത്യയോട് ഞങ്ങൾ അവിടേക്ക് സന്ദർശനത്തിന് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇന്ത്യ വേണ്ട എന്ന് പറഞ്ഞില്ല, സ്വീകരിച്ചു. ആതിഥ്യ മര്യാദ കൊടുത്തു, സ്വീകരിച്ചു. അതിനുശേഷം നിരവധി കരാറുകൾ ചർച്ച ചെയ്തു. ഒടുവിൽ പോയപ്പോൾ 20 ആംബുലൻസുകൾ ഇന്ത്യ അഫ്ഗാൻ വിദേശകാര്യമന്ത്രിക്ക്, താലിബാൻ വിദേശകാര്യമന്ത്രിക്ക് കൊടുത്തുവിട്ടു. ആ
ആംബുലൻസുകൾ അഫ്ഗാനിസ്ഥാനിൽ എത്തിയതിന് പിന്നാലെ പാകിസ്ഥാന്റെ ശനിദശ തുടങ്ങി. പിന്നീട് പാകിസ്ഥാനിൽ അവിടെ ഇവിടെയുമായി വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായി. പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ ആധുനികമായ മിസൈലുകളും റോക്കറ്റുകളും താലിബാൻ സേന പ്രയോഗിച്ചു. ഒടുവിൽ പാകിസ്ഥാൻ സേന ഗത്യന്തരമില്ലാതെ ഉടുതുണി ഊരിയെറിഞ്ഞ് ഓടേണ്ട അവസ്ഥ വന്നു. ആ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ ഇന്റർനെറ്റിൽ സുലഭമാണ്, വൈറലായി കഴിഞ്ഞു. പാകിസ്ഥാൻ സൈന്യത്തിന്റെ പാന്റ് കാബൂളിൽ അവർ വലിയ കമ്പിൽ ഉയർത്തിയിരിക്കുന്നത്, പാകിസ്ഥാൻ സൈന്യത്തിന്റെ അണ്ടർവെയർ അടക്കം അഫ്ഗാനിസ്ഥാന്റെ ആളുകൾ കൊണ്ടു നടക്കുന്നത്, അഫ്ഗാനിസ്ഥാന്റെ തെരുവുകളിൽ കിടക്കുന്നത്. ഇത്ര നീചമായി നാണം കെട്ട് ലോകത്തിന് മുന്നിൽ തന്നെ അപഹാസ്യരായി ഓടി ഒളിച്ചിട്ടും വീണ്ടും വീമ്പ് പറയുകയാണ്. ഞങ്ങൾ വലിയ സൈന്യമാണ്, ഞങ്ങൾ വലിയ കരുത്തരായിട്ടുള്ള ആൾക്കാരാണ്, ഞങ്ങളങ്ങ് അഫ്ഗാനിസ്ഥാനെ അങ്ങ് ചെയ്തു കളയും എന്നൊക്കെ. ഒരു പ്രയോജനമില്ല. എന്നിട്ട് ഇന്ന് രോദനമാണ്, ഇന്ത്യയാണ് ഞങ്ങളുടെ നാശത്തിന് പിന്നിൽ. അമേരിക്ക കാണുന്നില്ലേ, ചൈന കാണുന്നില്ലേ, ഇന്ത്യ ഇപ്പോൾ താലിബാനെ സഹായിക്കുന്നു, താലിബാന്റെ സേന ഉപയോഗിക്കുന്ന ഇന്ത്യയുടെ റൈഫിളുകളാണ്, താലിബാന്റെ സേന ഉപയോഗിക്കുന്ന റോക്കറ്റുകൾ ഇന്ത്യയുടേതാണ്. ഇന്ത്യ പറഞ്ഞു ഞങ്ങൾ കൊടുക്കും. ഇന്ത്യയുടെ ഏറ്റവും പുതിയ നിലപാട് പിന്നാലെ വന്നു. അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ വ്യോമ പ്രതിരോധ സംവിധാനം കൊടുക്കുകയാണ് താലിബാന്. ഇനി അഫ്ഗാൻ അതിർത്തി കടക്കുന്ന ഒരൊറ്റ പാകിസ്ഥാൻ വിമാനവും പിന്നീട് കാണില്ല, അതിനെ ചാരമാക്കും ഇന്ത്യ. ഇന്ത്യ നിർമ്മിച്ച വ്യോമ പ്രതിരോധ സംവിധാനം അഫ്ഗാനിസ്ഥാന് ചുറ്റും ഒരു ഉരുക്കുകോട്ട തീർക്കും. അങ്ങനെ എല്ലാ തരത്തിലും ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ സഹായിക്കും, താലിബാനെ സഹായിക്കും, പാകിസ്ഥാനെ തീർക്കും. ഇന്ത്യയുടെ പ്രധാന ശത്രുവായ പാകിസ്ഥാനെ തകർക്കാൻ മറ്റേതൊരു പാകിസ്ഥാന്റെ ശത്രുവുമായും ഇന്ത്യ കൂട്ടുകൂടും. കാരണം ഇന്ത്യയുടെ സ്ട്രാറ്റജി അതാണ്. പാകിസ്ഥാൻ എന്ന രാജ്യത്തെ നേരിട്ട് യുദ്ധം ചെയ്ത് ഇന്ത്യയുടെ മിസൈലുകളോ ഇന്ത്യയുടെ വെടിക്കോപ്പുകളോ ഇന്ത്യയുടെ സൈനികരെയോ നഷ്ടപ്പെടുത്താനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് മറ്റുള്ള പൊതുശത്രുക്കൾ, ശത്രുവിൻ്റെ ശത്രു മിത്രം, അങ്ങനെ താലിബാനെ ഇന്ത്യ മിത്രമാക്കി, അഫ്ഗാനിസ്ഥാനെ ഇന്ത്യ മിത്രമാക്കി. എന്നിട്ട് അവർക്ക് ആവശ്യമുള്ള വെടിക്കോപ്പുകൾ കൊടുക്കുന്നു. ഇനി അവർ പരസ്പരം വെടിവെച്ചും അടിച്ചുമൊക്കെ തീരട്ടെ എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു തന്ത്രം. 2 ദിവസത്തെ വെടിനിർത്തലിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ പ്രകോപനം കഴിഞ്ഞ മണിക്കൂറുണ്ടായത്. കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാനിലെ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ ഒരു കാരണവുമില്ലാതെ ബോംബാക്രമണവും ഷെല്ലാക്രമണവും നടത്തി. നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടു. എന്തിനേറെ പറയുന്നു, അഫ്ഗാനിസ്ഥാനിലെ ക്രിക്കറ്റ് ടീം അംഗങ്ങൾക്ക് നേരെ പോലും പാകിസ്ഥാന്റെ ക്രൂരമായ ആക്രമണം ഉണ്ടായി. അഫ്ഗാനിസ്ഥാന്റെ നിരവധി ക്രിക്കറ്റ് കളിക്കാർ കൊല്ലപ്പെട്ടു. പാകിസ്ഥാന്റെ ഈ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് റാഷിദ് ഖാൻ അടക്കമുള്ള അഫ്ഗാനിസ്ഥാന്റെ വമ്പൻ ക്രിക്കറ്റ് താരങ്ങൾ ഇനി കുറച്ചു നാളത്തേക്ക് കളിക്കില്ല എന്ന് ശപഥം ചെയ്തിരിക്കുന്നു. ഇത്രത്തോളം ക്രൂരന്മാരാണ് ഈ പാകിസ്ഥാൻകാർ. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെതിരെ അതിശക്തമായ നടപടിക്ക് ഇന്ത്യ മടിക്കില്ല എന്ന് ഇന്ത്യ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു.